പാകിസ്ഥാനുമായി ബന്ധമുള്ള വ്യാജ സിം കാർഡ് റാക്കറ്റ് പിടിയിൽ. ഓപ്പറേഷൻ ഗോസ്റ്റ് സിം എന്ന പേരിൽ അസം പോലീസ് നടത്തിയ പരിശോധനയിൽ 7 പേരെ അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ നിരവധി പേർ നിരീക്ഷണത്തിൽ. വിവരങ്ങൾ നൽകാനായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, വിശദാംശങ്ങൾ. അഞ്ജന, ഓപ്പറേഷൻ ഗോസ്റ്റ് സിം എന്ന പേരിൽ അസം പോലീസ് നടത്തിയിട്ടുള്ള പ്രത്യേക പരിശോധനയിലാണ് ഇത്തരത്തിൽ വ്യാജ സിം റാക്കറ്റ് പിടിയിലാവുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഈ റാക്കറ്റ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ, രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അസം DGP ഹർമീത് സിംഗ് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ വ്യാജ സിം കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിൽ വാട്സപ്പ് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ പലതും അതിർത്തി കടന്നുള്ള പാകിസ്ഥാനുമായുള്ള ആശയവിനിമയങ്ങൾ നടത്തിയിട്ടുണ്ട്. കൂടാതെ ഈ നമ്പറുകളിലേക്ക് വന്നിട്ടുള്ള OTP കൃത്യമായി പാകിസ്ഥാനിൽ നിന്ന് ഉപയോഗിച്ചിട്ടുണ്ട് എന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുകയാണ്. ഏത് രീതിയിലാണ് ഈ സിം കാർഡ് റാക്കറ്റ് പ്രവർത്തിച്ചിട്ടുള്ളത്, ഒപ്പം ഈ സിം കാർഡ് ഉപയോഗിച്ച് എന്തെല്ലാം ആശയവിനിമയം നടത്തിയിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. ഏതായാലും ഓപ്പറേഷൻ ഗോസ്റ്റ് സിം എന്ന പേരിൽ അസം പോലീസ് നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് പാകിസ്ഥാനുമായി ബന്ധമുള്ള വ്യാജ സിം കാർഡ് റാക്കറ്റിനെ പിടികൂടിയിട്ടുള്ളത്. നിലവിൽ 7 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 20-ലധികം പേർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട പോലീസിന്റെ നിരീക്ഷണത്തിനാണുള്ളത്. കൂടുതൽ പേർ ഈ സിം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പരിശോധിക്കുന്നു. ഒപ്പം പാകിസ്ഥാനിലേക്ക് OTP ഉൾപ്പെടെ കൈമാറിയിട്ടുണ്ട് എന്നും രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഈ നിലവിൽ അറസ്റ്റിലായിട്ടുള്ളവർ ഉൾപ്പെട്ടു എന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അഞ്ജന. ശരി, വിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.